യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ഓമന ദേവി. അയ്യോ, ഓമന പോലത്തെ മുഖമുള്ള എന്റെ ഓമന കുട്ടിയെ. എന്താ സുഖാണ? സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ കേട്ടാ. ഓമന നിന്റെ തന്തയുണ്ടടി ഇപ്പോഴും? നിന്റെ തള്ളയുടെ പേരെന്താടി? നീ ഓമന, നിന്റെ തള്ളയുടെ പേര് സുന്ദരി എന്നായിരിക്കും അല്ലേ? മല്ലിക ജീവിക്കുന്നത് പോലെയൊന്നല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളേ. അയ്യോ, അത് ഇവിടെ ഉള്ള കലാകാരന്മാരോട് ചോദിക്കും. ആ പെണ്ണുമ്പിള്ള ജീവിച്ചു വന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് കലാകാരന്മാർക്ക് മൊത്തം അറിയാം കേട്ടോ. ഓമനെ സത്യഭാമേനെ നിങ്ങൾ എന്നോട്ട് അറിയാൻ തുടങ്ങിയേ? എന്റെ ആ കേസ് പോലെയല്ലേ നിങ്ങൾ എന്നെ അറിയുള്ളൂ. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി, ആണായാലും പെണ്ണായാലും, ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല. മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പൊ ഒരു മോഹിനി ആകുമ്പോ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടത്തിന്. ഒരു കുറ്റബോധമല്ലേ. ഞാൻ ഇനിയും പറയും, മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല. ഡിവിഷനോത്സവം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോൾ എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എന്റെ ഇതിനകത്ത് ഉറപ്പിച്ചു നിൽക്കുന്ന മറ്റേ പെണ്ണുമ്പിള്ള അതല്ല. ലോകം മുഴുവനും ഓടി ഓടി ഒരു വണ്ടിയാണ് കേട്ടാ. അതുകൊണ്ട് അവരുടെ കയ്യിലൊക്കത്ത് എനിക്ക് സത്യമായിട്ട് വരാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. അതെങ്ങനെ വരാൻ പറ്റും? ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റൂല. ഓമന അത് പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടാ. ഇനി എങ്ങനെ എല്ലാരോടും പറയണോ ഓമനെ? ആ കാര്യം ഞാൻ ഇനി നീ ഇതിന്റെ പുറകെ എഴുതണം കേട്ടാ. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ. എന്നെ അതിലും പേർന്ന ഞാൻ 2 മുഴം കയറെടുത്ത് കെട്ടി തൂങ്ങി ചാവുള്ളൂ. എന്റെ മുമ്പ് തൂങ്ങിച്ചത് മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായ മല്ലികയല്ല സത്യഭാമ. ലോകത്തെ കലാകാരന്മാർക്ക് മൊത്തം അറിയാം മല്ലികയുടെ ഹിസ്റ്ററി കേട്ടാ. സത്യഭാമ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു ഇവിടെ കേട്ടല്ല. ഇനി നീ ഇതിന്റെ പുറകെ കമന്റ് ഇട്ട് പാടി ഓമനാമ്മ. ഷാജി കേട്ടാ, ഇവിടെ അരുതബു അരുത്. ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും. സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. കാരണം സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കാനേ ചെയ്യും.